കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വനിതാ സംവരണ ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. നാളെ വോട്ടെടുപ്പാണ്. അതിനു മുമ്പ് 18 മണിക്കൂർ ചർച്ചയുണ്ട്. ഇന്നിപ്പോൾ ചർച്ചയുടെ തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയെ അഭിസംബോധന ചെയ്തു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതിപക്ഷത്തെ കൃത്യമായി ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്ന സൂചന നൽകുന്ന വാക്കുകളായിരുന്നു. എന്ന് വെച്ചാൽ ഇതിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തെ നാരീശക്തിയെയാണ്, വനിതാ ശക്തിയെയാണ്, വനിതാ സംവരണത്തെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ തടയേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ബാധ്യതയാണെന്നുള്ള രീതിയിൽ എന്താണോ ഈ ബില്ലിലൂടെ BJP ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അജണ്ട, അത് കൃത്യമായി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ നടത്തിയത്. അപ്പോൾ നാളെ വോട്ടെടുപ്പിൽ ഒരു പക്ഷേ ഇത് പാസ്സായേക്കില്ല എന്ന സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നാളെ എത്ര കണ്ട് ക്രൂഷ്യലാണ്. എന്തായിരിക്കും ഈ വനിതാ സംവരണ ബില്ലിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്? അത് പൂർണ്ണമായും വിജയിപ്പിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യം നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. അജിംസ്, ഇന്നിപ്പോൾ ചർച്ചയുടെ തുടക്കത്തിൽ കണ്ട പ്രതികരണങ്ങൾ, അതിപ്പോൾ ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തു നിന്നായാലും, അത് വിലയിരുത്തുമ്പോൾ എങ്ങോട്ടേക്കാണ് ഈ ബില്ലിൻ്റെ പോക്ക്? ഈ ബില്ലിൻ്റെ പോക്ക് വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇത് തുറന്നു കാട്ടുന്ന ഒരു വലിയ ക്രൈസിസ് ഉണ്ട്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ക്രൈസിസാണ്. ഇപ്പോൾ അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളുണ്ട്. ഈ 50 സംസ്ഥാനങ്ങളിൽ നിശ്ചിത എണ്ണം സെനറ്റ് അംഗങ്ങളും അതുപോലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് നിശ്ചിത എണ്ണങ്ങളുണ്ട്. അത് വലിയ സംസ്ഥാനങ്ങളിൽ ഇത്ര, ചെറിയ സംസ്ഥാനങ്ങളിൽ ഇത്ര എന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഭരണഘടനാപരമാണ്. ഇപ്പോൾ ഇന്ത്യയിലാകട്ടെ, ഇന്ത്യയുടെ ഭരണഘടന ചില സ്ഥലങ്ങളിൽ അതൊരു ആംബിഗ്വിറ്റി നിലനിർത്തുന്നുണ്ട് ചില കാര്യങ്ങളിൽ. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ എത്ര ലോക്സഭാ സീറ്റ് വേണം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി ഭരണഘടനയിലില്ല. ജനസംഖ്യാനുപാതികമായ റെപ്രസെൻറ്റേഷനെ കുറിച്ച് മാത്രമേ ഭരണഘടന സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുക, ജനസംഖ്യ കുറയുക, ഇങ്ങനെയുള്ള ഫ്യൂച്ചർ സെനാരിയോയെക്കുറിച്ച് ഭരണഘടന മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആംബിഗ്വിറ്റി യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ ഫെഡറലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ 60കളുടെ തുടക്കത്തിൽ നമ്മൾ കുടുംബാസൂത്രണം തുടങ്ങി. കുടുംബാസൂത്രണ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഡെക്കേഡൽ സെൻസസ് വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ഡിസ്പാരിറ്റി കാണുന്നു. ഒന്ന്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ജനസംഖ്യാ വളർച്ച കൂടുതലായി നിൽക്കുന്നു, ദക്ഷിണ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു നിൽക്കുന്നു. അത് കണ്ടുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ സജഷൻ പ്രകാരമാണ് ഈ പറയുന്ന ഫ്രീസിങ്, ഡീലിമിറ്റേഷൻ തൽക്കാലം ഫ്രീസ് ചെയ്യുക, ഒരു 25 വർഷത്തേക്ക് തീരുമാനിക്കുന്നതും ഈ ജനസംഖ്യാ നിയന്ത്രണ പരിപാടികളുണ്ട് മുന്നോട്ട് പോകുന്നു. 2001 വീണ്ടും ഇത് പരിഗണിക്കുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നമുണ്ട്. അവർ 25 വർഷത്തേക്ക് കൂടി അത് നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 50 വർഷം, ടോട്ടൽ 50 വർഷം കഴിഞ്ഞിട്ട് നമ്മളത് പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഒരുപാട് മുന്നോട്ട് പോവുകയും അതേസമയം ബീഹാർ, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ പിന്നിലാണ്, ഇപ്പോഴും പിന്നിലാണെന്ന് പറഞ്ഞതിനടുത്ത് അവരുടെ ജനസംഖ്യാ വർധനയിൽ ഒരു കുറവുണ്ടായിട്ടില്ല എന്നല്ല, ഒരു റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എന്നൊക്കെ പറയാവുന്ന 2.1 അതിൽ 2 ഇങ്ങനെയുള്ളൊരു നിലയിലാണ് അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജനസംഖ്യ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് നടപ്പാക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ റെപ്രസെൻറ്റേഷൻ ജനസംഖ്യാനുപാതികമാകണമെന്ന ഭരണഘടന പറയുന്ന കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും അരികുവൽക്കരിക്കപ്പെടും. അവരുടെ റെപ്രസെൻറ്റേഷൻ അവർക്ക് ഒരു വോയിസും ഇല്ലാണ്ടായി മാറും. ഒരു തരത്തിലും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൽ ഒരുതരം കോളനീകൃതമായ മേഖലയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാറുന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട. കാരണം ഇപ്പോൾ തന്നെ പ്ലാൻ എന്താണ്? പാർലമെൻറ്റ് മന്ദിരം പണിതപ്പോൾ തന്നെ 800-ലധികം സീറ്റുകൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ നമുക്കറിയില്ല എത്ര സീറ്റിലേക്കാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, ജനസംഖ്യാനുപാതികമായി അതിൻ്റെ ബൗണ്ടറി ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ കൂടിയേക്കാം, കുറഞ്ഞേക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഉയർത്തപ്പെടുന്ന ആശങ്ക, ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സീറ്റ് വർദ്ധിക്കുകയും ദക്ഷിണ സംസ്ഥാനങ്ങളിൽ കുറയുകയും ചെയ്യുന്നുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ കാരണം ഡാറ്റ വെച്ചിട്ടുള്ള, പോപ്പുലേഷൻ വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ്. മറ്റൊന്ന് ഈ കറണ്ട് റെജീമിൻ്റെ ഈ സർക്കാരിൻ്റെ ബിഹേവിയറാണ്. അവരുടെ രാഷ്ട്രീയമായ ബിഹേവിയറും രാഷ്ട്രീയമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രഡിക്ഷനാണ് പറയുന്നത് ദക്ഷിണ സംസ്ഥാനങ്ങളിൽ ഇത് കുറയുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്കറിയില്ല, അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടില്ല, കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ നമുക്കറിയില്ല, അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ ഒരു പ്രശ്നമാണ് എന്നിരിക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിൻ്റെ പ്രൊട്ടസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളവും അതിൻ്റെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവേ അതിനോട് വിയോജിക്കുന്നു. പാർലമെൻറ്റിൽ നടന്ന ഡിസ്കഷൻ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിലെ ഡിസ്കഷനിൽ വളരെ ബുദ്ധിപൂർവ്വമായി, വളരെ കൗശലപൂർവ്വം സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന വനിതാ റിസർവേഷൻ ബില്ലിനെ ഈ ഡീലിമിറ്റേഷനുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇതിൽ മൂന്നാമത്തെ ഒരു ബില്ല് യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് നമുക്കറിയാം, അതിൽ ജനസംഖ്യ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ജനസംഖ്യ കുറവാണെങ്കിലും ഒരു നിശ്ചിത ലോക്സഭാ സീറ്റുകൾ
ഈ വലിയ ബിഗ്ഗർ യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ആ ബില്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് വലിയ ജനസംഖ്യയുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി, കശ്മീർ പോലുള്ള വലിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ അതിലും കൃത്യമായ ലക്ഷ്യമുണ്ട്. കാരണം ഇപ്പോൾ ഡൽഹി സംസ്ഥാനം തന്നെ എടുക്കുക. ഡൽഹി സംസ്ഥാനത്തിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. കാരണം വലിയ തോതിൽ മൈഗ്രേഷൻ ഡൽഹിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ ഈ 60 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ 71 സെൻസസ് പ്രകാരം 50% വർധനമാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ളത്. മൊത്തം യു പിയിൽ നിന്ന് ആളുകൾ കുടിയേറുന്നതാണ്. യു പിയിൽ നിന്നുള്ള ആളുകളുടെ കുടിയേറ്റമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ 7 സീറ്റും BJP ജയിക്കുന്ന ഡൽഹിയിൽ ഒരു 20 സീറ്റ് കൂടി അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പലപ്പോഴും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വളരെ ഈസി ആയിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ യൂണിയൻ ടെറിട്ടറീസ് ബില്ല് തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് ഉണ്ടാവും. മറ്റൊന്ന് UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് വരുന്നതോടുകൂടി BJP ലഭിക്കുന്ന ആനുകൂല്യം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2014 മോദി അധികാരത്തിലേറുമ്പോൾ അമിത്ഷാ RSSന് കൊടുത്ത വാക്ക് എന്ന രീതിയിൽ വന്ന വാർത്തകൾ എന്താണ്? 50 വർഷം നമ്മൾ ഇന്ത്യ തുടർച്ചയായി ഭരിക്കും, 50 വർഷം. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ 50 വർഷം തുടർച്ചയായി ഭരിക്കാൻ തക്ക ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ജനവിധിയായിരുന്നില്ല ഉണ്ടായത്. അത് ഇനിയും ചിലപ്പോൾ അധികാരത്തിൽ നിന്ന് പോയേക്കാം എന്നവർക്ക് ഉറപ്പാണ്. 2029 ചിലപ്പോൾ ജനവിധി തിരിഞ്ഞു വന്നേക്കാം. ഭരണവിരുദ്ധ വികാരം ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടായേക്കാം. തങ്ങളുടെ തന്നെ ബാസ്റ്റീനുകളിൽ, അതായത് അവർക്ക് ഉറച്ച വിജയം സമ്മാനിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ തിരിച്ചടിവുണ്ടായേക്കാം. UP അതിന് ഉദാഹരണമാണ്. UPയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ വേറൊരു മാർഗവുമില്ല, വളരെ ബുദ്ധിപൂർവ്വമായി ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന് ചെയ്യാനുള്ളത്. കാരണം ഹാജരായിട്ടുള്ള മൊത്തം പാർലമെൻ്റ് അംഗങ്ങളുടെ 3 പേരുടെ പിന്തുണ വേണം. എന്തിന്? ഭരണഘടനാ ഭേദഗതിക്ക് വേണം. 3-2. അപ്പോൾ ആ 3-2 പേരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണി ചെയ്യുക. എൻ്റെ ഇടയിലാണ് TMCയുടെ ചില MP വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ബഹളം ഉണ്ടായത്. ഇന്ത്യ യോഗത്തിൽ TMCയും കോൺഗ്രസും തമ്മിൽ ചെറിയ ക്ലാഷ് ഉണ്ടായി. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പാർലമെൻറ്റ് സെഷൻ വിളിക്കാൻ എടുത്ത തീരുമാനം തന്നെ വളരെ കൗശലപൂർവ്വം ബുദ്ധിപൂർവ്വമാണ്. ആരും വരാതിരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇത് ഇന്ത്യ സഖ്യത്തിന് പ്രാമുഖ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ അത് വിളിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഐക്യത്തിന് തന്നെ വിഘാതമാകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു 3 ബില്ലുകളാണ് പാർലമെൻറ്റിൽ എന്നിരിക്കെ ഇന്ത്യ സഖ്യം കുറച്ചുകൂടി കരുതലോടെ, പ്രത്യേകിച്ചും ഇത് ബാധിക്കുന്ന സംസ്ഥാനങ്ങൾ കുറച്ചുകൂടി കരുതലോടെ അവരുടെ എംപിമാരെ കൃത്യമായി അവിടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ നീക്കം അട്ടിമറിച്ചില്ലെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുന്നു. ഇത് ജയിച്ചാലും പരാജയപ്പെട്ടാലും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഈ നീക്കം പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, അവരത് മാറ്റിവെക്കും, പിന്നെ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ആവട്ടെ, തമിഴ്നാടാവട്ടെ, മൊത്തത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിലാവട്ടെ, ഈ സംസ്ഥാനങ്ങളിലേക്കും BJPക്കെതിരായിട്ടുള്ള ഒരു വികാരം കൂടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കഴിഞ്ഞ തുടർച്ചയായിട്ട് 3 വട്ടം അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണവിരുദ്ധ വികാരം മറികടക്കും വിധം ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക, നാരീശക്തി എന്ന മുദ്രാവാക്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് അഖിലേഷ് യാദവ് പ്രസംഗത്തിൽ പറഞ്ഞതാണ്, തും ലോഗോനെ നാരീക്കോ നാരാ ബനായ ഹെ, നിങ്ങൾ സ്ത്രീകളെ മുദ്രാവാക്യമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി ഈ വിഷയത്തെ ഇട്ട് കൊടുക്കുക, ജനങ്ങളുടെ ശ്രദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനിടയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അതാണ് ഇപ്പോൾ മോദി വളരെ വിദഗ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക. സാഹിബ്, ഇന്നിപ്പോൾ വനിതാ സംവരണ ബില്ലിൽ മുസ്ലിം സംവരണം വേണമെന്ന് അഖിലേഷ് യാദവിൻ്റെ വാദത്തെ കൃത്യം ഈ അമിത്ഷാ ഖണ്ഡിക്കുകയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അമിത്ഷാ പറയുകയും ചെയ്യുന്നത് കൂടി നമ്മൾ കണ്ടു. അവർ തമ്മിലുള്ള വാക്പോരിനിടയിൽ അപ്പോൾ എന്താണ് ഈ ബില്ലിലൂടെ BJP ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വെളിപ്പെട്ടോ? എന്താണ് നാളെ വോട്ടെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ല, ഇത് ഇത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ചർച്ച എന്നത് ശരിയല്ല. വനിതാ സംവരണ ബില്ല് എന്ന് പറഞ്ഞാൽ 2023 പാസ്സാക്കി കഴിഞ്ഞ ബില്ലാണ്. അപ്പോൾ വനിതാ സംവരണ ബില്ലിന് വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുമ്പോൾ അന്ന് അതിലൊരു ക്ലോസ് ആയിരുന്നു. ഇത് നടപ്പിലാക്കുക എപ്പോഴാണ്? 2026 ഡീലിമിറ്റേഷന് ശേഷമാണ് എന്ന് അന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡീലിമിറ്റേഷൻ ബില്ലും ഈ 131 ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ വനിതാ സംവരണ ബില്ല് ഒരു ക്ലോസിലാണ് ഒരു മാറ്റം വരിക. എനിക്ക് തോന്നുന്നത് 2011 സെൻസസ് ആണ് റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അത് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ ഇന്നത്തെ ബിസിനസ് എന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടതല്ല, ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടും 131st അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി പറഞ്ഞു. 76 മുതൽ തുടങ്ങുന്നുള്ള ദീർഘമായിട്ടുള്ള പ്രക്രിയയാണ്. 76 42 ഭേദഗതി, 2001 84 ഭേദഗതി, ഇങ്ങനെ വന്ന് 2026 നമ്മൾ എന്ത് ചെയ്യണം?
2021 ആ ഡീപ് ഫ്രീസ് ഇത് അവസാനിക്കുകയാണ്, കാലാവധി അവസാനിക്കുകയാണ്. മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണം. അപ്പോൾ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അത് അത്ര ഭരണഘടനയിൽ അത്ര വേഗമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഭരണഘടനയിൽ 81, 82 ക്ലോസുകൾ, ആർട്ടിക്കിളുകൾ പറയുന്നത്. 81 പറയുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ പാരിറ്റി, ഈ പ്രൊപ്പോർഷൻ ജനസംഖ്യക്ക് അനുപാതമായിരിക്കണം എന്ന കാര്യത്തിൽ പരമാവധി സാധ്യമായ പാരിറ്റി അതിനകത്ത് വരുത്തണം എന്നുള്ളതാണ്. 82 പറയുന്നത്, ആർട്ടിക്കിൾ 82 പറയുന്നത് ഓരോ സെൻസസിന് ശേഷവും എന്തു ചെയ്യണം, മണ്ഡല പുനർനിർണ്ണയം നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ 76 ഭരണഘടനാ ഭേദഗതി, 42 ഭരണഘടനാ ഭേദഗതി ഇത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പറയുന്ന ആർട്ടിക്കിൾ 82 പറയുന്ന കാര്യത്തെ ഫ്രീസ് ചെയ്യുന്നതാണ് 76. എന്തുകൊണ്ടാണെന്ന് ഫ്രീസ് ചെയ്തത്? ഈ പറയുന്ന പ്രശ്നം നമ്മളിപ്പോൾ ഇങ്ങനെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പാരിറ്റി വരും, പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്. അത് 2001 എഗൈൻ വാജ്പേയി ഇത് വരുന്നു. വാജ്പേയിയാണ് 2026 എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? വാജ്പേയി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? 76 ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടത്തിക്കഴിഞ്ഞാൽ കുടുംബാസൂത്രണ രംഗത്ത്, ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ, ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോയ സംസ്ഥാനങ്ങൾ ലെഫ്റ്റ് ഔട്ടാവും, അവർ അവഗണിക്കപ്പെടും, അവരുടെ പ്രൊപ്പോർഷൻ കുറയും എന്നുള്ളത് കൊണ്ടാണ്. അന്ന് DMK ഇന്ത്യ സഖ്യത്തിലാണ്. അതെ, DMK ഇന്ത്യ സഖ്യത്തിലാണ്. മാത്രമല്ല അദ്ദേഹത്തിന് BJPക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെയാണ് 2026 പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കായ ഒരു പ്രശ്നം, ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിലൊരു പ്രിൻസിപ്പിൾ, ഇത് നരേന്ദ്രമോദിയുടെ, BJPയുടെ, RSSൻ്റെ നിഗൂഢമായ അജണ്ട എന്നൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം നിശ്ചയമുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇതിന് വേറൊരു വസ്തുതയുണ്ട്, ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിളുണ്ട്. അതെന്താണ്? നമ്മളുടേത് ലോക്സഭയാണ്, ഹൗസ് ഓഫ് ദ പീപ്പിളാണ്. അപ്പോൾ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി റെപ്രസെൻറ്റിങ് ദ പീപ്പിൾ. ജനങ്ങളെ പ്രൊപ്പോർഷനേറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഡിസ്പാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഇപ്പം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെ വോട്ടർമാർ 14,67,000 വോട്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 14,67,000 വോട്ടർമാർക്ക് ഒരു MP ഉണ്ട്. പക്ഷേ വാരാണസിയിൽ 19,97,000 വോട്ടർമാരാണുള്ളത്. നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ 19,97,000 വോട്ടർമാരുണ്ട്. അപ്പോൾ അതൊന്ന് ആ വ്യത്യാസം ആലോചിച്ച് നോക്കൂ. 5 ലക്ഷത്തിൻ്റെ മേലെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ലോക്സഭയിൽ 17 ലക്ഷം വോട്ടർമാരെയാണ് ഒരു MP റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ 14 ലക്ഷം വോട്ടർമാരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ ആവറേജ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഡിസ്പാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്പാരിറ്റി വന്നത്? അത് ഈ പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് ലോക്സഭകളോ നിയമസഭകളോ ഒന്നും റീഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കാത്തതാണ്. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ നടക്കണം എന്നുള്ളത് ഒരു നീതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. അതെന്തോ ഒരു BJPയുടെ അജണ്ടയാണെന്ന് പറയുന്നത് ശരിയല്ല. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഡീലിമിറ്റേഷൻ നടക്കണം. പ്രാക്ടിക്കൽ പാരിറ്റി എന്ന് പറയുന്ന ആ സംഗതി കൊണ്ടുവരണം. സംസ്ഥാനങ്ങൾക്ക്, ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് അവരുടെ പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ, പരമാവധി ആനുപാതികമായുള്ള പ്രാതിനിധ്യം വരണം. അപ്പോൾ 76 ആണ് 543 അംഗങ്ങളാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ 2026 എത്തുമ്പോൾ ജനസംഖ്യ ഡബിൾ ചെയ്തു. പക്ഷെ അതിനനുസരിച്ച് സീറ്റുകൾ വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ അതിനകത്തുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണ്? സ്റ്റാലിൻ അടക്കം ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഇത് നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോക്കൂ, ഞങ്ങൾക്ക് കുറവ് വരും, നിങ്ങൾക്ക് കൂടുതലുണ്ടാകും. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുറവ് വരുന്നു? ഞങ്ങളൊരു നാഷണൽ പോളിസി നടപ്പിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറവ് വരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ വരുന്നത്? നിങ്ങൾ നാഷണൽ പോളിസി നടപ്പിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല കാര്യം, നാഷണൽ പോളിസി നടപ്പിലാക്കിയ ആളുകൾ പണിഷ് ചെയ്യപ്പെടുകയും നടപ്പിലാക്കാത്ത ആളുകൾ ഇൻസെൻറ്റിവൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അനീതി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, അവരുടെ പൊളിറ്റിക്കൽ വെയ്റ്റ് അത് കുറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണെന്ന് സ്റ്റാലിൻ പറയുന്നത്. തമിഴർ ഇവിടെ നിലനിൽക്കണോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകത്തിലും തമിഴ്നാട്ടിനേക്കാൾ പ്രശ്നം കേരളത്തിലാണ് യഥാർത്ഥത്തിൽ. ആന്ധ്രയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, ഒഡീഷയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഈ ഹിന്ദി ഹേർഡ്ലാൻഡ് മാറ്റി നിർത്തിയാൽ, നോർത്ത് ഈസ്റ്റിലുണ്ട്. ഇപ്പോൾ ഹിന്ദി ഹേർഡ്ലാൻഡ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? ഇത് സങ്കീർണമായൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളുടെ MP-മാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വെയ്റ്റ് കുറയും, ഞങ്ങളുടെ പ്രാതിനിധ്യം കുറയും എന്നുള്ളതാണല്ലോ സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നം. അതേസമയം ഇപ്പുറത്ത് ഈ അനുപാതരാഹിത്യം ഇതിനകത്തുണ്ട് താനും, അതും പരിഹരിക്കണം. ഇതെന്താണ് ഇതിൻ്റെ വഴി? ആ ഒരു സങ്കീർണതയുണ്ട്.
ആ സങ്കീർണതയെ അഡ്രസ്സ് ചെയ്യാനും അതിനൊരു വളരെ ക്രിയേറ്റീവായൊരു ഡയലോഗാക്കി കൊണ്ടുവരാനും ആ നിലയ്ക്കൊരു സർവകക്ഷി യോഗം വിളിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും റീജിയണൽ പാർട്ടീസിൽ നിന്നും അതിലെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങളെടുത്ത് ഒരു വയബിൾ സൊല്യൂഷൻ, സാധ്യമായ ഒരു പരിഹാരത്തിലേക്ക് സംഗതി എത്തിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള ഭരണകൂടത്തിൻ്റെ ചുമതല. പക്ഷേ അവരതല്ല ചെയ്യുന്നത്. അവർ വളഞ്ഞ വഴിയിലൂടെ ഇത് നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. വനിതാ സംവരണ ബില്ലിൻ്റെ ഒരു കവർ കൊടുത്തിട്ട് ഒരു ആവരണം ഇട്ടിട്ട് ഇത് നടപ്പിലാക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. അതെന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് തമിഴ്നാട് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളം ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് തെലുഗർ ഭയക്കുന്നത് ഞങ്ങളുടെ പ്രാതിനിധ്യം കുറയുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെണ്ണം കുറയുന്നുണ്ടത്ര. ഇതിന് പരിഹരിക്കാനുള്ള വഴി ഈ സംസ്ഥാനങ്ങളുടെ ഓട്ടോണമി എന്ന് പറയുന്ന കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പുനരാലോചനയാണ് യഥാർത്ഥം നടക്കേണ്ടത്. ഞങ്ങൾക്ക് MP-മാർ കുറഞ്ഞാൽ, ഡൽഹിയിലുള്ള ഞങ്ങളുടെ പ്രതിനിധികളുടെ എണ്ണം കുറഞ്ഞാൽ ഞങ്ങളുടെ സ്വാധീനവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ കരുത്തും കുറയും എന്നൊരു സംസ്ഥാനം ഭയക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറാണ് പൊളിയേണ്ടത്, ആ സ്ട്രക്ചറാണ് മാറേണ്ടത്. അതുകൊണ്ട് ഗ്രേറ്റർ ഓട്ടോണമി സംസ്ഥാനങ്ങൾക്ക് നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം. ഗ്രേറ്റർ ഓട്ടോണമി നൽകുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം തമിഴ്നാട് ഗവൺമെൻറ് ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ എൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചു. ഇന്ത്യയിൽ ആ കമ്മിറ്റി വെക്കുന്നതിൻ്റെ കോൺടാക്ട് എന്ന് വെച്ചാൽ ഈ അവിടുത്തെ ഗവർണർ രവിയുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ അധികാരം, അതേപോലെ ഗവർണർമാരുടെ അധികാരം, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് കുര്യൻ ജോസഫ് കമ്മീഷൻ വയ്ക്കുന്നത്. അപ്പോൾ കുര്യൻ ജോസഫ് കമ്മിറ്റി കഴിഞ്ഞ മാസമാണ് 2026 ഫെബ്രുവരിയിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. വളരെ ഗംഭീരമായുള്ളൊരു ഡോക്യുമെൻ്റാണത്. എന്തായിരിക്കണം ഇന്ത്യ പോലൊരു സംസ്ഥാനത്ത്? നമ്മുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ മുൻനിർത്തി എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പുനർനിർണ്ണയിക്കേണ്ടത്, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ എങ്ങനെ നമുക്ക് കൂടുതൽ അതിനെ റീകാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഗവർണർമാരുടെ അമിതാധികാരത്തെ എങ്ങനെ തടയാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിയൻ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൺകറൻറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട പല സംഗതികളും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുക. ഇതാണ് കുര്യൻ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന് എസെൻസ് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമി, പൊളിറ്റിക്കൽ ഓട്ടോണമി, അതിനെ ഒരു ലാർജർ ഫ്രെയിമിലേക്ക്, ഒരു ഗ്രേറ്റർ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇതിന് പരിഹാരം. അല്ലാതെ എന്തുകൊണ്ടാണ് സ്റ്റാലിൻ അല്ലെങ്കിൽ തമിഴർ ഞങ്ങളുടെ ആളുകൾ കുറയുന്നതിനെ ഭയക്കുന്നത്? അവിടെ ആളുകളില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല എന്ന തോന്നലുകൊണ്ടാണ്. പക്ഷെ അവിടെ ആളുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓട്ടോണമി ഉണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റർ ഓട്ടോണമി ഉണ്ട് എന്നൊരു നില വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ തുറന്നിരിക്കുന്നത് പണ്ടോരയുടെ പെട്ടിയാണ്. അതിഗുരുതരമായ സാഹചര്യത്തിൽ ഇത് കൊണ്ടുപോകും. 1967 ഓർക്കണമെന്ന് സ്റ്റാലിൻ പറഞ്ഞത് വെറുതെ അല്ല. 60 ഇന്ത്യയെ തന്നെ പിടിച്ചുലച്ച പ്രക്ഷോഭമായിരുന്നത്. ആ നിലക്ക് സംസ്ഥാനങ്ങളുടെ ഈ അവഗണിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവിടുത്തെ ജനത വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ രാജ്യത്തിന് ഇൻറ്റഗ്രിറ്റിയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ഇതിനെ നടപ്പിലാക്കാനല്ല, മറിച്ച് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം, സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുന്നയിക്കുന്ന അവരുടെ ആധികൾ, അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് പരിശോധിച്ച് അതിനെന്ത് പരിഹാരം കാണാം എന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ, ഒരു ഭരണകൂടം ചിന്തിക്കേണ്ടത്. ഞാൻ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഒരു MP-ക്ക് എത്ര ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നൊരു ക്വസ്റ്റനുണ്ട്. ആ ക്വസ്റ്റിന് ഭരണഘടന മറുപടി പറയുന്നില്ല. അപ്പോൾ അവസാനം നടന്നിട്ടുള്ള ഡീലിമിറ്റേഷനിൽ 15 ലക്ഷമാണ് എൻ്റെ കണക്ക്. അതിലും കുറവാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ 1 ലക്ഷം കുറവാണ്. ഇടുക്കിയിൽ അതിലും കുറവ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മളൊരു 800 സീറ്റ് പാർലമെൻറ്റിലങ്ങ് ഉണ്ടാക്കി വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിശ്ചയിക്കുക. ഇതിലൊരു പ്രശ്നമില്ലേ? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് എത്ര ജനസംഖ്യ അടിസ്ഥാനത്തിൽ വേണം ഒരു MP-യുടെ റെപ്രസെൻറ്റേഷൻ എന്ന്. ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മളൊരു 800 സീറ്റ് ഉണ്ടാക്കി വയ്ക്കുക, ഡീലിമിറ്റേഷൻ കമ്മീഷൻ വയ്ക്കുക. അപ്പോൾ 800 സീറ്റിന് ഇന്ത്യയിലിപ്പോൾ 1.5 കോടി ജനങ്ങൾ, 150 കോടി ജനങ്ങളുണ്ടെന്ന് കരുതുക, 150 കോടി ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ തന്നെ തീരുമാനമായി ഒരു MP-ക്ക് എത്ര ആൾ വേണമെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഭരണഘടനാ സാധുത എന്താണ്? നമ്മൾ സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ആ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ ഗൂഢാലോചന തുടങ്ങിയെന്നാണ് എൻ്റെ വാദം. യെസ്, അപ്പോൾ നാളെ വോട്ടെടുപ്പിൽ ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട സങ്കീർണതയും അതിൻ്റെ പ്രയാസങ്ങളും പ്രതിഷേധവും ഒക്കെ തുടരും എന്നർത്ഥം.